2024 ജനുവരി ആദ്യം ഒരു അശുഭ വാർത്തയായിരുന്നു നമ്മളെ തേടിയെത്തിയത്. സൂചന സേട്ട് എന്ന യുവതി അവളുടെ 8 വയസ്സുള്ള മകനെ ക്രൂരമായി കൊന്നു എന്നതായിരുന്നു ആ വാർത്ത. സൂചന സേട്ട് ഒരു സാധാരണ സ്ത്രീ ആയിരുന്നില്ല എന്നതാണ് ഈ കേസിൽ ഇത്രത്തോളം ജനങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കാൻ കാരണമായത്. സൂചന സേട്ട് ഒരു ഡാറ്റാ സയന്റിസ്റ്റ് ആയിരുന്നു. പോരാത്തതിന് ഒരു വലിയ കമ്പനിയുടെ CEO പദവിയിലിരിക്കുന്ന ഒരു വനിതയായിരുന്നു. സൂചന സേട്ട് എന്തിനായിരുന്നു തന്റെ മകനെ കൊന്നത്? ഇങ്ങനെയാണ് സൂചന സേട്ട് പോലീസിന്റെ പിടിയിലായത്. 8 വയസ്സുള്ള ആ കുഞ്ഞിനെ കൊല്ലാൻ മാത്രം എന്ത് തെറ്റായിരുന്നു ആ കുഞ്ഞ് സൂചനയോട് ചെയ്തത്? ഈ എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും നമ്മുടെ ഈ വീഡിയോയിലുണ്ട്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു കാര്യം പറയട്ടെ. നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഈ ചാനൽ മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത്. അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയർ ചെയ്യണമെന്നും വിനീതമായി അപേക്ഷിക്കുന്നു. സൂചന പഠനം പൂർത്തിയാക്കിയത് കൊൽക്കത്തയിലായിരുന്നു. കമ്പ്യൂട്ടറിനോടുള്ള താല്പര്യം കൊണ്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആയി ബന്ധപ്പെട്ടായിരുന്നു ബാക്കിയുള്ള പഠനം. 100 മില്യൺ വുമൺ ഇൻ എ എത്തിക്സ് ലിസ്റ്റിലും സൂചന സൈറ്റിന്റെ പേരുണ്ടായിരുന്നു. കൂടാതെ ഹാർവേഡ് യൂണിവേഴ്സിറ്റിയുടെ ഫെലോഷിപ്പ് ലഭിച്ചിരുന്നു. പോരാത്തതിന് അവരുടെ പേരിൽ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗിന്റെ പാറ്റന്റ് ഉണ്ടായിരുന്നു. സൂചന ജോലി ചെയ്തത് ബാംഗ്ലൂരിലായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഗോവയിലെ സോൾ ബനിയൻ ഗ്രാൻഡ് ഹോട്ടലിൽ സൂചന ഒരു മുറിയെടുത്തു. ജനുവരി 6 മുതൽ 10 വരെയായിരുന്നു മുറി ബുക്ക് ചെയ്തത്. പക്ഷേ ജനുവരി 7 രാത്രി 9:30 സൂചന റിസപ്ഷനിലേക്ക് ഫോൺ വിളിച്ചു. എത്രയും പെട്ടെന്ന് ബാംഗ്ലൂരിലേക്ക് പോകണം, അതുകൊണ്ട് റൂം വെക്കേറ്റ് ചെയ്യുകയാണെന്ന് പറഞ്ഞു. റൂം വെക്കേറ്റ് ചെയ്ത് കൗണ്ടറിലെത്തിയ സൂചന ബാംഗ്ലൂരിലേക്ക് ഒരു കാർ അറേഞ്ച് ചെയ്തു തരാൻ ആവശ്യപ്പെട്ടു. പക്ഷേ ടാക്സി ഡ്രൈവേഴ്സ് ഒന്നും ഇത്രയും ദൂരം യാത്ര ചെയ്യാൻ തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് ഹോട്ടൽ ജീവനക്കാർ ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് അറേഞ്ച് ചെയ്തുതരാമെന്ന് സൂചനയോട് പറഞ്ഞു. പക്ഷേ സൂചന അതിന് തയ്യാറായിരുന്നില്ല. അവൾക്ക് ബാംഗ്ലൂരിലേക്ക് ഒരു ടാക്സി തന്നെ വേണമായിരുന്നു. അവസാനം റോയ് ജോൺ ഡിസൂസ എന്നൊരു ടാക്സി ഡ്രൈവർ ബാംഗ്ലൂരിലേക്ക് പോകാമെന്ന് പറഞ്ഞു. പക്ഷേ 30,000 രൂപ വേണമെന്ന് ഡ്രൈവർ പറഞ്ഞു. സൂചനയ്ക്ക് പണം ഒരു പ്രശ്നമായിരുന്നില്ല. അങ്ങനെ രാത്രി ഏകദേശം 1 മണിയോടുകൂടി സൂചന ബാംഗ്ലൂരിലേക്ക് യാത്ര തിരിച്ചു. റൂം വെക്കേറ്റ് ചെയ്ത് സൂചന പോയതിനു ശേഷം റൂം ബോയ് മുറി വൃത്തിയാക്കുന്നതിനായി സൂചന താമസിച്ചിരുന്ന മുറിയിലേക്ക് കയറി. മുറിയിൽ കയറിയ റൂം ബോയ് ഞെട്ടിപ്പോയി. ബെഡിന് താഴെയായി നിലത്ത് രക്തക്കറ പറ്റിപ്പിടിച്ചു കിടക്കുന്നതായി അയാൾ കണ്ടു. ഹോട്ടൽ ജീവനക്കാർ ഉടൻ തന്നെ പോലീസിനെ വിളിച്ച് കാര്യം പറഞ്ഞു. പോലീസ് അത് രക്തക്കറ തന്നെയാണെന്ന നിഗമനത്തിലെത്തി. ഹോട്ടലിലെ CCTV കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം. അപ്പോഴാണ് പോലീസ് മറ്റൊരു കാര്യം ശ്രദ്ധിച്ചത്. സൂചനയുടെ കൂടെ ഒരു ആൺകുട്ടി കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ സൂചന ചെക്കൗട്ട് ചെയ്ത് പോകുമ്പോൾ തനിയായിരുന്നു പോയത്. അതിനെപ്പറ്റി ചോദിക്കാൻ പോലീസ് സൂചനയെ ഫോൺ ചെയ്തെങ്കിലും സൂചനയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. ഉടൻ തന്നെ പോലീസ് കാർ ഡ്രൈവറെ ഫോൺ വിളിച്ചു. ഫോൺ സൂചനയുടെ അടുത്ത് കൊടുക്കാൻ ആവശ്യപ്പെട്ടു. ഫോൺ അറ്റൻഡ് ചെയ്ത സൂചനയോട് കുഞ്ഞിനെ പറ്റി അന്വേഷിച്ചു. എന്നാൽ കുഞ്ഞിനെ ഗോവയിലുള്ള ഒരു ബന്ധു വീട്ടിലാക്കിയിട്ടുണ്ട് എന്ന മറുപടിയാണ് പോലീസിന് ലഭിച്ചത്. പോലീസ് അഡ്രസ്സിൽ അന്വേഷണം നടത്തിയെങ്കിലും അങ്ങനെ ഒരു വീടോ ആൾക്കാരോ അവിടെ ഉണ്ടായിരുന്നില്ല. അതുകൂടി ആയപ്പോൾ പോലീസിന് സൂചനയുടെ മുകളിൽ സംശയം തോന്നി തുടങ്ങി. പോലീസ് ഉടൻ തന്നെ ഡ്രൈവറെ ഫോൺ വിളിച്ചു. പെട്ടെന്ന് തന്നെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാൻ നിർദ്ദേശിച്ചു. പക്ഷേ ഈ കാര്യങ്ങളൊന്നും സൂചന അറിയാൻ പാടില്ല എന്ന് ഡ്രൈവറോട് പോലീസ് പറഞ്ഞിരുന്നു. അങ്ങനെ ഡ്രൈവർ വളരെ തന്ത്രപരമായി കാറ് അടുത്തുള്ള കർണാടകയിലെ ചിത്രദുർഗ ജില്ലയിലെ എയ്മംഗള പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചു. അവിടെയുള്ള പോലീസുകാരോട് ഡ്രൈവർ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അവർ പെട്ടെന്ന് തന്നെ ഗോവ പോലീസുമായി ബന്ധപ്പെട്ടു. സമയം പാഴാക്കാതെ സൂചന സേട്ടിന്റെ ബാഗ് പരിശോധിക്കാൻ ഗോവ പോലീസ് കർണാടക പോലീസിന് നിർദ്ദേശം നൽകി. നിവൃത്തിയില്ലാതെ സൂചന അവളുടെ ബാഗ് തുറന്നു. ബാഗ് തുറന്നപ്പോൾ മുകളിൽ കുറച്ച് വസ്ത്രങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ വസ്ത്രങ്ങളല്ലാതെ വേറെ ഒന്നുമില്ല എന്ന് പറഞ്ഞ് സൂചന ബാഗ് അടയ്ക്കാൻ നോക്കിയെങ്കിലും പോലീസുകാർ ബാഗിലെ മുഴുവൻ സാധനങ്ങളും പുറത്തേക്കെടുത്തു വയ്ക്കാൻ ആവശ്യപ്പെട്ടു. വസ്ത്രങ്ങൾ മാറ്റിയപ്പോൾ കണ്ടത് കുട്ടികളുടെ കളിപ്പാട്ടമായിരുന്നു. ഒപ്പം ആ 4 വയസ്സുള്ള കുഞ്ഞിന്റെ മൃതദേഹം കൂടി ഉണ്ടായിരുന്നു അതിൽ. ഈ കുട്ടി ഏതാണ്? ആരാണ് ഈ കുട്ടിയുടെ കൊലപാതകം നടത്തിയതെന്നുള്ള പോലീസിന്റെ ചോദ്യത്തിന് കുട്ടി എന്റേതാണ്, പക്ഷേ ആരാണ് ഈ കൊല നടത്തിയതെന്ന് എനിക്ക് അറിയില്ല എന്നാണ് സൂചന പോലീസിനോട് പറഞ്ഞത്. കുട്ടി മരിച്ചത് അറിഞ്ഞിട്ടും എന്തുകൊണ്ട് പോലീസിനെ അറിയിക്കാതെ ബാഗിൽ പാക്ക് ചെയ്തു കൊണ്ടുപോയി എന്ന പോലീസിന്റെ ചോദ്യത്തിന് എന്റെ മകനെ അവിടെ ഉപേക്ഷിച്ചു പോകാൻ എനിക്ക് കഴിയില്ലായിരുന്നു. അവൻ എപ്പോഴും എന്റെ കൂടെ വേണം. അതുകൊണ്ടാണ് താൻ കൂടെ കൊണ്ടുപോയത് എന്നായിരുന്നു സൂചനയുടെ മറുപടി. സംഭവിച്ച കാര്യങ്ങളെല്ലാം കർണാടക പോലീസ് ഗോവ പോലീസിനെ അറിയിച്ചു. കർണാടക പോലീസ് ഈ കേസ് അവിടെ തന്നെ രജിസ്റ്റർ ചെയ്തു. പോലീസിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ വെല്ലുവിളി കൊല ചെയ്തത് സൂചന തന്നെയാണോ അതോ വേറെ ആരെങ്കിലും ആണോ എന്ന് കണ്ടുപിടിക്കുക എന്നതായിരുന്നു. സൂചനയ്ക്കെതിരെ തെളിവുകൾ ഒരുപാടുണ്ടായിരുന്നെങ്കിലും സൂചന ഒന്നും സമ്മതിക്കാൻ തയ്യാറായിരുന്നില്ല എന്നതാണ് പോലീസിനുള്ള മറ്റൊരു വെല്ലുവിളി. കൊലപാതകത്തെപ്പറ്റി സൂചനയോട് ചോദിക്കുമ്പോൾ ഞാൻ ഉറങ്ങുന്ന സമയം കുട്ടിയും എന്റെ കൂടെ ഉറങ്ങിയിരുന്നു. എന്നാൽ എഴുന്നേറ്റ് നോക്കുമ്പോൾ മരിച്ചു കിടക്കുന്ന കുഞ്ഞിനെയാണ് കണ്ടത് എന്നാണ് പോലീസിനോട് സൂചന പറഞ്ഞത്. ഒരാഴ്ചയോളം പോലീസ് ചോദ്യം ചെയ്തെങ്കിലും സൂചന മകനെ കൊന്നത് ആരാണെന്ന് തനിക്ക് അറിയില്ല എന്ന്
തന്നെ ആവർത്തിച്ചു. പോലീസ് സൈക്കോളജിസ്റ്റിന്റെ സഹായം തേടിയെങ്കിലും ആ ശ്രമവും പരാജയമായിരുന്നു. ഇതിനിടയിൽ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലീസിന് ലഭിച്ചു. ശ്വാസം മുട്ടിച്ചാണ് കുട്ടിയെ കൊലപ്പെടുത്തിയതെന്നായിരുന്നു റിപ്പോർട്ടിലുണ്ടായിരുന്നത്. പോസ്റ്റ്മോർട്ടം നടത്തുന്നതിന് 18 മണിക്കൂർ മുൻപാണ് കുട്ടിയുടെ കൊലപാതകം നടന്നത് എന്നും റിപ്പോർട്ടിലുണ്ടായിരുന്നു. അത് സൂചനയ്ക്കെതിരെയുള്ള വലിയൊരു തെളിവായിരുന്നു. കാരണം 18 മണിക്കൂർ സമയത്ത് കുട്ടിയുടെ കൂടെ സൂചന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് ഹോട്ടലിലെ CCTV ദൃശ്യങ്ങൾ വെച്ച് പോലീസ് മനസ്സിലാക്കി. എന്നിട്ടും കുറ്റം സമ്മതിക്കാൻ സൂചന തയ്യാറായിരുന്നില്ല. അവസാനം പോലീസ് സൂചനയുടെ ഭർത്താവിനെ വിളിച്ചു വരുത്തി. രണ്ടുപേരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാൻ പോലീസ് തീരുമാനിച്ചു. സൂചനയുടെ ഭർത്താവിന്റെ പേര് വെങ്കിടരാമൻ എന്നായിരുന്നു. ഇദ്ദേഹം ഒരു മലയാളിയാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. വെങ്കിടരാമനും സൂചനയും ഒരുമിച്ച് ജോലി ചെയ്തവരായിരുന്നു. അങ്ങനെയാണ് അവർ പ്രണയത്തിലാകുന്നതും. അങ്ങനെ 2010 ഇവരുടെ വിവാഹവും കഴിഞ്ഞു. കുറച്ചു കാലത്തിനു ശേഷം ഇവർക്കൊരു ആൺകുട്ടിയും ജനിച്ചു. കുട്ടിയുടെ ജനനത്തിന് ശേഷം ഇവരുടെ ബന്ധം കൂടുതൽ വഷളാവുകയായിരുന്നു. 2023 രണ്ടുപേരും ഡൈവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്തു. ഡൈവോഴ്സ് കോടതി അംഗീകരിച്ചെങ്കിലും കുട്ടിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായില്ല. തന്റെ മകനെ ആർക്കും വിട്ടുകൊടുക്കില്ല എന്നതായിരുന്നു സൂചനയുടെ വാദം. കുട്ടിയെ വെങ്കിടരാമന് കാണാൻ പോലും സൂചന അനുവദിക്കില്ലായിരുന്നു. എന്നാൽ കോടതി എല്ലാ ഞായറാഴ്ചയും കുട്ടിയെ വെങ്കിടരാമനൊപ്പം വിടാൻ വിധിച്ചു. കൂടാതെ എല്ലാ മാസവും 20,000 രൂപ കുട്ടിയുടെ ചെലവിന് കൊടുക്കാനും തീരുമാനമായി. കോടതി വിധി വന്നെങ്കിലും സൂചന പഴയ പോലെ തന്നെയായിരുന്നു. ഒരു ഞായറാഴ്ച പോലും കുട്ടിയെ വെങ്കിടരാമനെ കാണിക്കാൻ തയ്യാറായിരുന്നില്ല. ഓരോ കാരണങ്ങൾ പറഞ്ഞ് കുട്ടിയും കൊണ്ട് ബാംഗ്ലൂരിൽ നിന്ന് വേറെ എങ്ങോട്ടെങ്കിലും പോകുമായിരുന്നു. ഒരിക്കൽ പോലും വെങ്കിടന് തന്റെ മകനെ കാണാൻ പറ്റിയിരുന്നില്ല. ഈ കാരണത്താലാണ് സൂചന 2023 ഡിസംബർ 31 ഗോവയിലേക്ക് മകനെയും കൂട്ടി യാത്ര തിരിച്ചത്. വെങ്കിടരാമനിൽ നിന്ന് മകനെ അകറ്റി നിർത്താൻ വേണ്ടിയായിരുന്നു സൂചന അങ്ങനെ ചെയ്തത്. അങ്ങനെയാണ് ജനുവരി 6 മകനെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയത്. ഇതിനിടയ്ക്ക് വെങ്കിടരാമൻ കുട്ടിയെ അന്വേഷിച്ചുകൊണ്ട് സൂചനയ്ക്ക് മെസ്സേജ് അയച്ചിരുന്നു. എന്നാൽ അടുത്ത ഞായറാഴ്ച തനിക്ക് കുട്ടിയെ കാണിച്ചു തരാമെന്ന് സൂചന തിരിച്ചു മെസ്സേജ് അയച്ചു. കുട്ടിയുടെ കൊലപാതകത്തിന് ശേഷമായിരുന്നു സൂചന ഈ മെസ്സേജ് അയച്ചത്. ഭർത്താവിനോടുള്ള വ്യക്തിവൈരാഗ്യം മാത്രമായിരുന്നു ഈ കൊലപാതകത്തിലേക്ക് സൂചനയെ നയിച്ചത്. പക്ഷേ 2024 മാർച്ചിൽ സൂചന സേട്ടിന്റെ അച്ഛൻ ജയ്സേട്ട് ഗോവയിലെ കോടതിയിൽ സൂചന ഒരു മാനസിക രോഗിയാണെന്നും സംഭവിച്ചതെല്ലാം സ്വബോധത്തിൽ ചെയ്തതല്ല എന്നും വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം നടത്തി. പക്ഷേ സൂചനയുടെ മാനസികാരോഗ്യത്തിൽ യാതൊരു കുഴപ്പവുമില്ല എന്ന് തെളിയിക്കുന്ന റിപ്പോർട്ടുകൾ പോലീസ് കോടതിക്ക് നൽകി. എങ്കിലും സൂചനയുടെ മാനസികാരോഗ്യ പരിശോധന നടത്തുന്നതിന് ഡോക്ടർമാരുടെ ഒരു ഗ്രൂപ്പിനെ കോടതി ചുമതലപ്പെടുത്തിയിരുന്നു. ഈ കേസിന്റെ വാദം ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. സൂചനയ്ക്ക് അവൾ ചെയ്ത പ്രവർത്തിക്കുള്ള ശിക്ഷ ലഭിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. എങ്കിലും നിങ്ങളുടെ അഭിപ്രായത്തിൽ സൂചന തെറ്റ് ചെയ്തതായി കോടതി കണ്ടെത്തിയാൽ എന്ത് ശിക്ഷയാണ് സൂചനയ്ക്ക് നൽകേണ്ടത്? ഈ കേസ് വിശദമായി പഠിച്ചാൽ മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. കൊലപാതകം ചെയ്തു എന്ന് സാഹചര്യ തെളിവുകൾ വെച്ച് സംശയിക്കപ്പെടുന്ന സൂചന ഒരുപാട് വിദ്യാഭ്യാസമുള്ള ഒരു സ്ത്രീയാണ്. ഭർത്താവിനോടുള്ള ദേഷ്യം തീർക്കേണ്ടത് സ്വന്തം കുഞ്ഞിനെ കൊന്നുകൊണ്ടായിരുന്നു. നമ്മുടെ സ്നേഹം സത്യമാണെങ്കിൽ അതിനുള്ള പ്രതിഫലം തീർച്ചയായും കിട്ടും. അല്ലാതെ സ്നേഹത്തിൽ സ്വാർത്ഥരാകാതിരിക്കുക. പിന്നെ എപ്പോഴും പറയാറുള്ള പോലെ നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഈ ചാനൽ മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത്. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ലൈക്ക്, കമൻറ്റ് എന്നിവ ചെയ്യാനും വിനീതമായി അപേക്ഷിക്കുന്നു. ഈ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ നിർത്തുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.